നമസ്കാരം. നമ്മളിന്ന് കാണുന്നത് പഴയ കാലത്തിലെ പനയോല ഗ്രന്ഥമാണ്. അതായത് റൈറ്റിംഗ് ടെക്നോളജി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മുടെ എഴുത്ത് ഭാഷ ആരംഭിക്കുന്നത് തന്നെ ആ കാലങ്ങളിൽ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള പനയോലയിലാണ്. അപ്പോൾ ഈ പനയോലയിൽ എങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ, പണ്ടുള്ള കഥകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ എഴുതിയിരുന്നത് ഈ പനയോലയിൽ. പനയോല വന്നിട്ട് വെള്ളത്തിലിട്ട്, പച്ച പനയോല വെള്ളത്തിലിട്ട് അത് വാട്ടിയെടുത്ത്, നിഴലിൽ വാട്ടിയെടുത്ത് അത് ഉണങ്ങുന്നതിന് മുമ്പ് കാരമുള്ള അല്ലെങ്കിൽ അതേപോലുള്ള കൂർത്ത ഇരുമ്പാണി കൊണ്ടൊക്കെയാണ് ഇത് എഴുതുക. എഴുതിയിട്ട് അതിൽ പിന്നെ കരിപ്പൊടി തേച്ചിട്ട് അതിൽ പിടിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തും ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കയ്യിലുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കൃഷ്ണകഥയാണ്. അപ്പോൾ ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതവിടെ അവർ ആ കാലത്തിലൊക്കെ വളരെ വൃത്തിയായിട്ട് പഴയ മലയാളം ലിപിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ വരികളും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഒഴുക്കോടുകൂടി രണ്ട് ഭാഗത്തും എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഓരോ പേജിലും ഇവിടെയുണ്ട്, അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭദ്രമായിട്ട് അന്ന് സൂക്ഷിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് ഒരുപാട് പണ്ട് കാലത്തിലുണ്ടായിരുന്നു. നളന്ദ, തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന വിദേശി വന്നിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ഗ്രന്ഥങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 3 മാസത്തോളം കത്തിയത്രേ. ധർമ്മഗഞ്ച എന്ന് പറയുന്ന ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പേപ്പർ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് പനയോല ഗ്രന്ഥത്തിലായിരുന്നു ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്.